എന്താണ് അവസ്ഥയിലെ അച്ഛനെ തല്ലുന്ന ഒരു മോന്, ഭർത്താവിന് ഒതുക്കുന്ന ഒരു ഭാര്യ, എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ നിന്നെല്ലാം കട്ടെടുത്ത് സാധനങ്ങൾ കൊണ്ടുവരുന്ന നെതന്യാഹുവിൻ്റെ വൈഫിൻ്റെ കാര്യം. അതുപോലെ തന്നെ എങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും നെതന്യാഹുവിൻ്റെ എന്തൊരു ഡീലിലും മുൻകൈ എടുത്ത് അതല്ലെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യുന്ന ഒരു ഭാര്യ. ഇതൊക്കെയാണ് നെതന്യാഹുവിൻ്റെ ഫാമിലിയിൽ നടക്കുന്ന രസകരമായിട്ടുള്ള കാര്യം എന്ന് നിങ്ങൾ ആരെയും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇത് നെതന്യാഹുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മളെ ലോകത്തെ ചെകുത്താന്മാരും കൂട്ടത്തിൽ സംഘികളുടെയും പ്രധാന ദൈവമായിട്ടുള്ള നെതന്യാഹുവിൻ്റെ വീട്ടിലെ അവസ്ഥനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോ, കമൻറ്റുകളും ഷെയറുകളും സബ്സ്ക്രിപ്ഷൻസും ഒക്കെ വന്നോട്ടെ. നമുക്കേതായാലും വീഡിയോയിലോട്ട് പോവാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ വില എത്രത്തോളം ഉണ്ട് എന്നും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ സ്വഭാവ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നും നെതന്യാഹുവിൻ്റെ തന്നെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആമി ഡോർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഇസ്രായേലി ഒരു TV പ്രോഗ്രാമിൽ അല്ലെങ്കിൽ TVക്ക് പുള്ളി കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഗസ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ്റെ വിവാഹം 2 പ്രാവശ്യം മാറ്റി 3ാമത്തെ പ്രാവശ്യം വധു ഇട്ടേച്ച് പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതായത് പലവട്ടം യുദ്ധം കാരണം ഇങ്ങനെ കല്യാണം നീട്ടി പോസ്റ്റ്പോണ്ടായിപ്പോയി. അവസാനം കണ്ടുവച്ചിരുന്ന വധു മറ്റൊരു കല്യാണം കഴിച്ച് പോവാന്നും പറഞ്ഞ് വിട്ടുപോയി. അതിൽ മകൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, നെതന്യാഹുവിനോടും ഫാമിലിനോടും എല്ലാം തെറ്റുന്നുണ്ട്. അവൻ്റെ ഫാമിലി, അവൻ്റെ ലൈഫ്, അവൻ്റെ ഡിപ്രഷൻ കാരണമൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഇപ്പം അതിൻ്റെയൊക്കെ ബാക്കി പത്രം തന്നെയാണ് ഇപ്പം നെതന്യാഹുവിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ് എന്നും പറഞ്ഞിട്ട് ഇയാൾ പുറത്തോട്ട് പറയുന്നത്. ഇയാൾ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നെ അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരാളാണ്. ആമി ഡ്രോറാണ് ഇത് സംസാരിച്ചിട്ടുള്ളത്. കുടുംബത്തിലെ അതിക്രമങ്ങളെ പറ്റിയാണ് പുള്ളി ആദ്യം പറഞ്ഞിട്ടുള്ളത്. നെതന്യാഹും മകൻ യാദവ് നെതന്യാഹും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു പ്രാവശ്യം തർക്കത്തിൻ്റെ സമയത്ത് രണ്ടുപേരും തമ്മിൽ കയ്യാങ്കളി വരെ അല്ലെങ്കിൽ പരസ്പരം ഷൂട്ട് ചെയ്യുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പുള്ളിയുടെ വെളിപ്പെടുത്തൽ. അത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് ബോഡി ഗാർഡ്സും എല്ലാവരും കൂടെ എന്താ പറയുക ഇടപെട്ടിട്ടാണ് അന്നൊരു വലിയ ഒരു ഇവർ തമ്മിലുള്ള കയ്യാങ്കളിയിലും അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാവാൻ പോകുന്ന ഒരു ദുരന്തത്തിൻ്റെയൊക്കെ അവസ്ഥകൾ ഇല്ലാണ്ടാക്കിയത് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് എന്നാണ് പുള്ളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. The former security chief said that a violent confrontation once broke out between Netanyahu and his son during a family dispute. According to Ami Dror, the confrontation required intervention by others present and, in his words, was not just a minor dispute. അത് സത്യമായിരിക്കാം. ചിലപ്പം കല്യാണം കഴിക്കാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അപ്പൻ യുദ്ധം ചെയ്ത് നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് നന്നാവുന്നില്ല എന്നുള്ള തോന്നലുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം മകൻ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ വാക്കേറ്റങ്ങളും കയ്യാങ്കളിയിലോട്ടൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. ഇനി അതുമാത്രമല്ല, നെതന്യാഹുവിനെതിരെ മറ്റുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ധാർമ്മികതയില്ലാത്ത വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. അതായത് ഒരു എത്തിക്സും ഇല്ലാത്ത മനുഷ്യരാണ്. നമുക്കെല്ലാവർക്കും അറിയാം എത്തിക്സ് അയാൾക്ക് ഒട്ടുമില്ല എന്നുള്ളത്, ലോകത്തിൽ മൊത്തത്തിൽ അറിയാം. പക്ഷേ അയാളുടെ ചീപ്പ് എത്തിക്സ് ഇല്ലായ്മ കൂടെ ഇയാൾ തുറന്നു പറയാണ്. അതായത് ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയാൽ അവിടെ പൈസ പോലും കൊടുക്കാണ്ട് കൂടെ പോകുന്ന ആൾക്കാരെ കൊണ്ട് കൊട്ടിപ്പിക്കുന്ന സ്വഭാവമാണ് നെതന്യാഹുവിനുള്ളത് എന്നാണ് പറയുന്നത്. Further claimed that Netanyahu is someone who eats at restaurants and does not pay, allegedly dumping the expenses on others around him. He added that, in his view, power only made things worse for Netanyahu, his family, and his close inner circle over the years. നല്ല ഒന്നാന്തരം ഊള. സംഘികൾ വെറുതെ അല്ല ഇയാളങ്ങ് തലയിൽ വെച്ച് നടക്കുന്നത്. സംഘികൾ അതേ സ്വഭാവം, സംഘിക്ക് പറ്റിയ സ്വഭാവമുള്ള ഗുണത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഇയാൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം വെറുതെ അല്ല സംഘികൾ ജയ് വിളിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്നതോടൊപ്പം തന്നെ അവിടെ നെതന്യാഹുവിന് വിളിക്കുന്ന ഒരുപാട് സംഘികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ കുറേ മുസംഘികളുണ്ട് നമ്മുടെ നാട്ടിലിരുന്ന് ഭൗ എന്ന് പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ നല്ല എച്ചിൽ വാണങ്ങളായിട്ടുള്ള എച്ചിൽ മുസ്ലിം എന്നും പേര് പറഞ്ഞിട്ടുള്ള കുറേ വാണങ്ങളും വെറുതെ അല്ല ഈ നെതന്യാഹുവിനെ അത്ര പുകഴ്ത്തിപ്പാടുന്നത്. കാരണം അയാൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവമാണെങ്കിൽ അതേ സ്വഭാവത്തിൻ്റെ പകർപ്പുകളാണ് നമ്മുടെ നാട്ടിലുള്ള
ഈ നെതന്യാഹു ആരാധകർ എന്നും കൂടെ മനസ്സിലാക്കുക. ഇയാൾ എവിടെ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാലും പ്രധാനമന്ത്രി ആണ് എന്നുള്ള ആ ഒരു എന്താ പറയുക ഇതുപോലും കാണിക്കാണ്ട്, ഒരു ധാർമ്മികത പോലും കാണിക്കാണ്ട് കൂടെ ചെല്ലുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഇയാൾ എപ്പോഴും പൈസ കൊടുപ്പിക്കാറ്. അവിടെ പോലും ഇയാൾ മര്യാദ കാണിക്കാറില്ല എന്നാണ് ഈ ഒരു സുരക്ഷാ ഭടൻ അല്ലെങ്കിൽ ഇയാളുടെ സുരക്ഷാ അംഗത്തിൻ്റെ പ്രസ്താവന പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല. ഇനി പറയാൻ പോകുന്നത് ആളുടെ ഭാര്യനെക്കുറിച്ചാണ്. നെതന്യാഹുവിൻ്റെ ഭാര്യനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കേൾക്കോ. പ്രധാനമന്ത്രിയുടെ ഭാര്യ ഒരു ക്ലെപ്റ്റോമാനിയാക്കാണ്. ഈ ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കള്ളന്മാരാണ്. അതായത് ഇവർക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുവരെ എടുത്തു പോകും. Netanyahu's former security chief also called his wife, Sarah Netanyahu, a malicious woman during the same interview. Dror accused Sarah Netanyahu of stealing gifts and hotel towels during official stays on trips made with the prime minister. He said that hotel staff would later approach and question the security team about the missing items after such visits. "I've said it before and I stand by it. Sarah Netanyahu is a kleptomaniac," Dror stated, repeating his accusation. ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നു ഗോപാലൻ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നു നെതന്യാഹുവിൻ്റെ ഭാര്യ. ഇതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഒരു വലിയ കള്ളിയാണ് നെതന്യാഹുവിൻ്റെ ഭാര്യ എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും, അതായത് ഭാര്യ സാറാ നെതന്യാഹു പ്രധാനമന്ത്രിയുടെ ഭാര്യ എവിടെ ഒരു ഔദ്യോഗിക വിദേശ യാത്രകളിൽ ആ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളും ഇവിടെ പോവാറുണ്ട്. ഈ വിദേശയാത്രകൾ ഒരുപാട് ചെയ്യുന്ന ആളുകളാണല്ലോ, ഔദ്യോഗികമായിട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ. അങ്ങനെ പോയി നിൽക്കുന്ന സ്ഥലങ്ങളിലെ ഹോട്ടലുകളിലെ പല സാധനങ്ങളും അടിച്ചുകൊണ്ട് വരിക, അങ്ങനെ എന്താ പറയുക മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആരും കാണാണ്ട് അടിച്ചുകൊണ്ട് വരിക, ഇതൊരു സ്ഥിരം സ്വഭാവമാണ്. അത്തരത്തിലുള്ള ഒരു ക്ലെപ്റ്റോമാനിയാക്കാണ് നെതന്യാഹുവിൻ്റെ ഭാര്യ എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ള വിദേശയാത്രകളിൽ ഹോട്ടലുകളിൽ നിന്നും ടവലുകളും അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന ചെറിയ ചെറിയ സമ്മാനങ്ങൾ വരെ ഇവർ മോഷ്ടിച്ച് കൊണ്ടുവരാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയ്ക്ക് വലിയൊരു കള്ളിയാണ്, അല്ലെ കള്ള സ്വഭാവം മനസ്സിലുള്ള അല്ലെങ്കിൽ ശരീരത്തിൽ ജനിച്ചപ്പോഴേ ഉള്ള ഒരു ക്ലെപ്റ്റോമാനിയാക്കാണ് ഇവർ പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഭാര്യയാണ് കൂടെ ഉള്ളത്. ഇനി ഭാര്യയുടെ പരാക്രമണങ്ങൾ ഇവിടെയും തീരുന്നില്ല കേട്ടോ. നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസുകളുടെ പല ഒത്തുതീർപ്പുകളും തടയുന്നത് സാറയ്ക്ക് വലിയ പങ്കുണ്ടെന്നാണ് പറഞ്ഞത്. Bibi's ex-bodyguard also described Sarah Netanyahu as a highly influential figure within the Netanyahu family structure. Dror claimed that Sarah played a major role in blocking a potential plea deal involving Netanyahu in his corruption cases. He added that Netanyahu tried to turn his wife into Hillary Clinton, but she's not Hillary Clinton, drawing a pointed comparison. Sarah Netanyahu has faced public scrutiny and legal cases in the past related to the alleged misuse of state funds at the residence. അതായത് അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യേണ്ട, അതൊക്കെ അതായത് നെതന്യാഹുവിന് ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് വരെ നെതന്യാഹുയുടെ ഭാര്യയായിട്ടുള്ള സാറാ നെതന്യാഹു ആണ് എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. വല്ലാത്തൊരു കഷ്ടല്ലേ, വല്ലാത്തൊരു സംഭവം തന്നെ. ഇനി അത് മാത്രമല്ല, 2019 മുതൽ നെതന്യാഹു നേരിടുന്ന കൈക്കൂലി വഞ്ചന കേസുകളിൽ ഈ കേസുകളെക്കുറിച്ചുള്ള പല വീഡിയോസും പല ഇഷ്യൂസും നമ്മൾ പറയാറുണ്ട്. ഇപ്പം യുദ്ധം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പല വിചാരണകൾക്ക് പോലും ഇയാൾ അറ്റൻഡ് ഇയാളിങ്ങനെ എസ്കേപ്പായി ഇപ്പോഴും ആ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് അവിടെ തുടരുന്നത്. വെറും ഒരൊറ്റ നെസറ്റ് അംഗത്തിൻ്റെ എക്സ്ട്രാ പിൻബലത്തിലാണ് നെതന്യാഹു ഇപ്പം ഇസ്രായേൽ ഭരിക്കുന്നത്. In 2019, Benjamin Netanyahu was indicted on charges of bribery, fraud, and breach of trust in 3 separate corruption cases. These indictments made Benjamin Netanyahu the first Israeli prime minister to stand trial while still in office, according to reports. The cases involved receiving expensive gifts from wealthy benefactors and allegedly offering bribes for more favorable media coverage. Bibi's trial has continued for years, with repeated court appearances and legal proceedings stretching through 2024 and 2025. അപ്പം അതൊക്കെ തീരണമെങ്കിൽ അല്ലെങ്കിൽ ഈ യുദ്ധമില്ലാത്തൊരവസ്ഥയിൽ മാത്രമേ ഒരു വിചാരണയ്ക്ക് കോടതിയിലോട്ട് എത്തേണ്ട കാര്യമുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ നെതന്യാഹു അറസ്റ്റഡ് ആവും ചെയ്യും, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനം ഇല്ലാണ്ടാവും ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെതന്യാഹുവിനെ അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് സാറാ നെതന്യാഹു വലിയ രീതിയിൽ ചരട് വലിക്കുന്നുണ്ട്. അതായത് ഇയാൾ നിങ്ങൾ കാണുന്ന ഈ വെടിപൊട്ടിക്കലും അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ എല്ലാം കൊണ്ടും കുടുംബത്തിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ആളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൊണ്ടാണ് ഈ ഇറാനെ പേടിച്ചിട്ട് ഇങ്ങനെ ട്രംപിൻ്റെ പിന്നാലെ നടന്ന് യുദ്ധം ചെയ്യിപ്പിക്കാനുള്ള ട്രൈ ചെയ്യുന്നതൊക്കെ എന്ന് നമ്മൾക്ക് പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ
നമ്മുടെ സംഘികളുടെ ആരാധ്യ പുരുഷനായിട്ടുള്ള മുസംഘികളുടെയും ഗൃസംഘികളുടെയൊക്കെ ആരാധ്യ പുരുഷനായിട്ടുള്ള നെതന്യാഹുവിൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നല്ല ഒന്നാന്തരം, നമ്മുടെ നാട്ടിലെ നല്ല ഒന്നാന്തരം ഊള കുടുംബം, ഊള ഫാമിലി ലൈഫ്, അതാണ് നെതന്യാഹുവിൻ്റെ അവസ്ഥ.